അങ്ങനെ ഞങ്ങൾ ചെല്ലുമ്പോൾ സൈനയുടെ എൻട്രി ഒക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഒരു ജഗ് പുകയായിരുന്നു ആൾക്കാരുടെ. അത്യാവശ്യം ഫാമിലി മെമ്പേഴ്സ് ഉള്ള കാരണം എല്ലാവരും കൂടി കൂടുമ്പോൾ നല്ല രസമായിട്ട് ഓരോ പരിപാടിയും കഴിഞ്ഞു പോവാറ് ആണ്. നമ്മുടെ റിലേഷനിൽ 2 പേർക്ക് ട്വിൻസ് ഉണ്ട്. ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞങ്ങളെല്ലാവരും കൂടിയിട്ട് നമ്മുടെ അനിയത്തിയുടെ വീട്ടിലേക്ക് പോവുക കേട്ടോ. നമ്മുടെ അനിയത്തിയുടെ വീട്ടിൽ പൂരമാണ്. പൂരം ഇന്നല്ല, 2 ദിവസം കഴിഞ്ഞിട്ടാണ്. ഞങ്ങളെ പൂരത്തിൻ്റെ തലേദിവസമാണ് വിളിക്കുന്നത്. അതെന്താ അങ്ങനെ ക്ഷണിക്കണമെന്ന് വിചാരിച്ചാൽ പാപ്പൻ്റെ അനിയന്മാരൊക്കെ ആ നാട്ടിൽ തന്നെയാണ്. അപ്പോൾ അവർക്ക് തമ്മിൽ കൂടാൻ വേണ്ടിയിട്ട് പൂരം 3 ദിവസമായിട്ടാണ് അവർ ആഘോഷിക്കുന്നത്. ഈ 3 ദിവസവും അവിടെ പരിപാടികളുണ്ട് കേട്ടോ. 3 ദിവസം 3 വീട്ടിലാണ് അവർ കൂടുക. അക്കുവിനെടുത്തത് നമ്മുടെ ഏറ്റവും താഴെയുള്ള അനിയത്തി കേട്ടോ. മേമ നേരത്തോടു കൂടി എത്തിയിട്ടുണ്ട്. വിധുവിനെടുത്തത് കേട്ടോ നമ്മുടെ തൊട്ട് താഴെയുള്ള അനിയത്തി. ഈ മേമയുടെ വീട്ടിലേക്കാണ് വന്നേക്കണത്. മറ്റേത് ഈ മേമയുടെ മോനാണ്. അമ്മയ്ക്ക് 2 അനിയത്തിമാരും 2 ചേച്ചിമാരും 3 ചേട്ടന്മാരാണ്. ഇവർ മൊത്തം 8 മക്കളാണ് കേട്ടോ. രാത്രിയാണ് ഇവിടെ പരിപാടി. 3 ദിവസം പൂരം ആഘോഷിക്കുന്നെങ്കിലും 3 ദിവസം പരിപാടികളുണ്ട് കേട്ടോ. ഇന്നത്തെ ദിവസം ഗാനമേളയാണ്. പ്രശസ്ത പിന്നണി ഗായിക സൈനോരയുടെ ഗാനമേള ഉണ്ടെന്ന്. ഒരു ദിവസം ഗാനമേള, ഒരു ദിവസം വേലപ്പൂരം, പിറ്റത്തെ ദിവസം ആനപ്പൂരം. അങ്ങനെയാണ് അവരവിടെ പൂരം ആഘോഷിക്കുന്നത് കേട്ടോ. ആൾക്കാരൊന്നും അധികം വന്നു തുടങ്ങിയിട്ടില്ല. എല്ലാവരും രാത്രിക്ക് വരുന്ന ആൾക്കാരാണ്. ഇത് മറ്റേ മേമയുടെ മോളാണ് കേട്ടോ. ഞങ്ങൾ രാത്രിക്ക് വരാമെന്ന് വിചാരിച്ചപ്പോഴേക്കും അമ്മമ്മ പറഞ്ഞ് നിങ്ങൾ രാവിലെ വായോ, ഉണ്ണിയോളെ കുറച്ച് നേരം അധികം കാണാൻ വേണ്ടിയിട്ട് രാവിലെ വായോ എന്ന് പറഞ്ഞതാണ്. പക്ഷെ ഞങ്ങൾ എല്ലാം കഴിഞ്ഞ് വരുമ്പോഴേക്കും ഉച്ച കഴിഞ്ഞു. എല്ലാവരും പിള്ളേരേനെ കണ്ട സന്തോഷത്തിൽ മാറി മാറി എഴുക്കലും വർത്തമാനം പറയലും കൊഞ്ചിക്കലൊക്കെ ആയിരുന്നു പരിപാടി. ഈ മേമയ്ക്ക് 2 ആൺമക്കളാണ് കേട്ടോ. ഒരാൾ നിൽക്കുന്നതും ഒരാൾ ഗൾഫിലാണ്. പിള്ളേരേനെ കൂടുതൽ കെടുത്തി കളിപ്പിക്കുന്ന കാരണം ഇരിക്കുമ്പോൾ അവർക്ക് കളിക്കാനൊന്നും പറ്റില്ല. അപ്പോൾ ഞങ്ങൾ കെടുത്തിയിട്ട് ഒരു പായൊക്കെ വെച്ചിട്ട് അവിടെ കെടുത്തിയിട്ട് കളിപ്പിക്കായിരുന്നു കേട്ടോ. അങ്ങനെ പിള്ളേരെ കളിപ്പിക്കലൊക്കെ കഴിഞ്ഞപ്പോൾ മേമ ചായയൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ഗ്ലാസ് ചായ കുടിച്ചു. അങ്ങനെ 2 പേരുടെയും ഡ്രസ്സൊക്കെ മാറ്റി കൊടുത്തു. ഇനിയിപ്പോൾ ഏതായാലും വൈകുന്നേരം പോവത്തുള്ളൂ, രാത്രിയായിട്ടോ പോവുള്ളൂ. അപ്പോൾ പിന്നെ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റി കൊടുത്തു. അങ്ങനെ പിള്ളേർ കിടന്ന് കളിക്കുന്നതിൻ്റെ ഇടയിൽ ഞങ്ങളെല്ലാവരും ഐസ്ക്രീമൊക്കെ കഴിച്ചു കേട്ടോ. വൈകുന്നേരം ആയപ്പോഴേക്കും കുറച്ച് ആൾക്കാരൊക്കെ വന്നു തുടങ്ങി കേട്ടോ. പിന്നെ ഈ വന്നിട്ടുണ്ടാണ് പാപ്പൻ പൂരത്തിൻ്റെ തിരക്കിലാണ്. അങ്ങനെ വൈകുന്നേരം ആയപ്പോൾ എല്ലാവരും ഡ്രസ്സൊക്കെ മാറി കേട്ടോ. ഇന്ന് എന്തായാലും ഗാനമേള ഉണ്ട് സൈനോരയുടെ. അപ്പോൾ അത് കാണാൻ പോകണം. പിള്ളേരേനെ എന്തായാലും അമ്മമ്മയുടെ അടുത്ത് ഉറക്കി കെടുത്തിയിട്ടുണ്ട്. ഞാനും കാണാൻ പോകുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ പോകാൻ വേണ്ടി ഇറങ്ങിയപ്പോൾ മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോഴേക്കും ഇന്ന് പന്തല്ലൂർ പൂരമായിരുന്നു. അപ്പോൾ വെടിക്കെട്ട് കിടക്കുന്നുണ്ട്. അതിൻ്റെ ഇത് ഇവിടെ നിന്ന് നോക്കുമ്പോൾ ചെറുതായിട്ട് കാണാണ്ട് കേട്ടാ. മേമയുടെ വീട് കിടങ്ങൂരാണ്. പന്തല്ലൂർ അടുത്ത് തന്നെയാണ് മേമയുടെ വീട്. മരങ്ങൾക്കിടയിലൂടെ കാരണം മിന്നിച്ചേനെ കാണാനോ നല്ല സൗണ്ട് ഉണ്ടായിരുന്നു. ഈ മരങ്ങൾക്ക് അപ്പുറമുള്ള കാഴ്ച ഇതാണ് കേട്ടാ. 8 വർഷങ്ങൾക്ക് ശേഷമായിട്ടാണ് പന്തല്ലൂര് വെടിക്കെട്ട് ഉണ്ടാവുന്നത്. ഈ വെടിക്കെട്ട് നടക്കുന്ന പാടത്ത് തന്നെ എൻ്റെ അമ്മയുടെ ഒരു ചേച്ചിയുടെ വീടുണ്ട്. ഇപ്രാവശ്യം അവിടെ ഞങ്ങൾക്ക് പൂരമില്ല, അവർ പൂരം ആഘോഷിക്കുന്നില്ല ഇപ്രാവശ്യം. അത് കാരണമാണ് ഞങ്ങൾക്ക് ഈ വെടിക്കെട്ട് മിസ്സായത്. പക്ഷേ പിള്ളേർ ചെറുതായ കാരണം മിസ്സായാലും അത്ര വിഷമമില്ല. അവർക്ക് ഈ സൗണ്ടും കാര്യങ്ങളൊന്നും അത്രയ്ക്ക് പറ്റത്തില്ലല്ലോ. അപ്പോൾ അത് കാരണം ഇനിയിപ്പോൾ അടുത്ത പ്രാവശ്യം പൂരം ഉണ്ടാകുമ്പോൾ എന്തായാലും കാണാമെന്ന് വിചാരിക്കുന്നു. ഈ പൊട്ടുന്നതിൻ്റെ വെളിച്ചം മാത്രമല്ല, സൗണ്ടും കൂടി ഒന്ന് കേട്ട് നോക്കിയാലും നമുക്ക്. എങ്ങനെയുണ്ട്? ചെവി അടിച്ച് പോകുന്ന സൗണ്ടല്ലേ. അങ്ങനെ ഞങ്ങൾ ആ വെടിക്കെട്ട് പൊട്ടലൊക്കെ കേട്ട് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ സൈനോരെ കാണാൻ ഇറങ്ങിയിട്ടോ. ഗാനമേളയ്ക്ക് ഇറങ്ങി. ഇത് കാർത്തികി അമ്പലമാണ്. ഇവിടുന്ന് ആനപ്പൂരമുണ്ട്. ഈ അമ്പലത്തിലല്ല പൂരം കല്ലേഴി അമ്പലത്തിലാണ്. കല്ലേഴി പൂരമാണ് ഇവർക്ക്. ഇവിടുന്ന് ആനപ്പൂരം ഉണ്ട് അങ്ങോട്ട്. അങ്ങനെ ഞങ്ങൾ ചെല്ലുമ്പോൾ സൈനയുടെ എൻട്രി ഒക്കെ ആയിരുന്നു കേട്ടോ. കുറച്ച് ബാക്കിൽ നിൽക്കുമ്പോൾ ആൾക്കാർ കാണാനില്ലാണ് നീങ്ങിക്ക് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഏറ്റവും സൈഡിൽ പോയി നിന്നു. കുറച്ച് അടുത്തൊക്കെ തന്നെയായിരുന്നു. അങ്ങനെ ഇന്ന് ആളുടെ പാട്ടും കാര്യങ്ങളൊക്കെ കേട്ടു. ഞാൻ എല്ലാ പാട്ടും കേൾക്കാൻ നിന്നില്ല കേട്ടോ. 2-3 പാട്ട് കേട്ടു. ആളേനൊന്ന് കാണണം, 2 പാട്ട് കേൾക്കണം എന്ന് തന്നെ എനിക്കുണ്ടായിരുന്നുള്ളൂ. പിന്നെ പിള്ളേരേനെ അവിടെ ഇട്ടിട്ട് അമ്മയുടെ അടുത്ത് ആക്കിയിട്ട് വന്നപ്പോൾ എനിക്ക് വലിയ സമാധാനം ഇല്ല ഇവിടെ നിന്നിട്ട് പാട്ട് കേൾക്കാം. അപ്പം ഞാൻ പോവാന്ന് പറഞ്ഞിട്ട് 2-3 പാട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ നേരെ വീട്ടിലേക്ക് പോയി.
എനിക്ക് പൊതുവേ ഗാനമേള കേൾക്കാനും പൂരം കാണാൻ പോകാനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കൂട്ടത്തിൽ തന്നെയാണ് ഞാൻ. കഴിഞ്ഞ കൊല്ലം പഴനി പള്ളി പെരുന്നാളിന് വിധു പ്രതാപിൻ്റെ മ്യൂസിക്കൽ ബാൻഡിൻ്റെ പരിപാടി ഉണ്ടായിരുന്നു കേട്ടോ. ആ സമയത്ത് പിള്ളേരെ പ്രസവിച്ച് കിടക്കുന്ന ആ ടൈമാണ്, കുറച്ച് ദിവസങ്ങളായിട്ടുണ്ടായിരുന്നു. ആ ടൈമായ കാരണം എനിക്ക് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ആളേനൊന്നും കാണാനും പാട്ട് കേൾക്കാനും. അത് ഭയങ്കര മിസ്സായിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. എനിക്കത് ഇപ്പോഴും വിഷമമുള്ളൊരു കാര്യമാണ് അന്ന് പോകാൻ പറ്റുന്നത്. ഇവർ ഇത്തിരി കൂടി ആയിരുന്നു വെച്ചെങ്കിൽ ഞാൻ അന്ന് പോയിരുന്നു. അങ്ങനെ ഞാൻ തിരിച്ചു വരുന്ന സമയത്ത് രണ്ടാൾക്കും പാൽ കൊടുക്കണം. ഒരാൾക്ക് പാൽ കൊടുത്ത് ഒരാൾക്ക് പാൽ കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു അമ്മ. പിന്നെ അധികം നേരം വൈകിയില്ല, ഇനി ആൾക്കാർ വരാനായിട്ട് മുന്നേ ഫുഡൊക്കെ കഴിച്ചു ഞാൻ. പിന്നെ അവിടുന്ന് അങ്ങോട്ട് ഒരു ജഗ്ഗ പുകയായിരുന്നു ആൾക്കാരുടെ. ഇതൊക്കെ നമ്മുടെ ചേച്ചിമാരുടെ മക്കളും മരുമക്കളും ഒക്കെയാണ് കേട്ടോ. അവരെല്ലാവരും ഗാനമേളൊക്കെ കഴിഞ്ഞിട്ട് കണ്ടിട്ട് വന്ന ആൾക്കാരാണ് കേട്ടോ. ഇങ്ങനെ പൂരങ്ങളും കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് കേട്ടോ ഞങ്ങളെല്ലാവരും കൂടി കൂടുന്നത്. അതൊക്കെ ഒരു രസമാണ്. അത്യാവശ്യം ഫാമിലി മെമ്പേഴ്സ് ഉള്ള കാരണം എല്ലാവരും കൂടി കൂടുമ്പോൾ നല്ല രസമായിട്ട് ഓരോ പരിപാടിയും കഴിഞ്ഞ് പോവാറ്. ഇതിപ്പോൾ ഞായറാഴ്ച ദിവസമായ കാരണം എല്ലാവർക്കും ഒഴിവുണ്ട്. ഇട ദിവസങ്ങളിലൊക്കെയാണ് പൂരം വരുന്നത് വെച്ചെങ്കിൽ അധികം ആൾക്കാരൊന്നും ഉണ്ടാവത്തില്ല. അവർക്കൊക്കെ ഓരോരോ ജോബും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോവും. എൻ്റെ അമ്മയുടെ കയ്യിലിരിക്കുന്ന ഉണ്ണിയും പിന്നെ ഇതെൻ്റെ അമ്മയുടെ ആങ്ങളെയാണ്. മാമൻ്റെ കയ്യിലിരിക്കുന്ന ഉണ്ണിയും ട്വിൻസാണ് കേട്ടോ. അത് അമ്മയുടെ ചേച്ചിയുടെ മോൻ്റെ കുട്ടികളാണ്. നമ്മുടെ റിലേഷനിൽ 2 പേർക്ക് ട്വിൻസ് ഉണ്ട്. നമ്മുടെ 2 ചേച്ചിമാരുടെ മക്കൾക്ക് ട്വിൻസാണ് കേട്ടോ ഉള്ളത്. അവർക്കും ഇതുപോലെ യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട് കേട്ടോ. റോഷ്നി ചിക്കു എന്നാണ് പേര് ചാനലിൻ്റെ. ചേച്ചി തുടങ്ങിയ ചാനലാണ്. അങ്ങനെ എല്ലാവരും വർത്താനം പറഞ്ഞിരിക്കലും പിള്ളേർ കളിയോട് നോക്കിയിരിക്കലും ഒക്കെ കഴിഞ്ഞിട്ട് നേരം 11 മണിയായി. ആ സമയമാകുമ്പോഴേക്കും അക്കും ഇതൊക്കെ സൈഡായിട്ടാണ്. ഇന്ന് രാവിലെ ഉച്ചയ്ക്കൊന്നും അധികം ഉറങ്ങാനൊന്നും പറ്റിയിട്ടില്ല. അപ്പോൾ പിന്നെ അവർ നേരത്തോട് കൂടിയിട്ട്, നേരത്തെയൊന്നും പറയാൻ പറ്റില്ല, 12 മണിയൊക്കെ ആകുമ്പോൾ അവരുറങ്ങിയിട്ടാണ്. പിന്നെ ഞങ്ങൾ അധികം ലേറ്റ് ആയില്ല. അപ്പോൾ തന്നെ അവരെന്നെ എടുത്തിട്ട് ഞങ്ങൾ ഇറങ്ങി. അപ്പോൾ ഇന്നത്തെ വിശേഷത്തിലുള്ള എല്ലാവർക്കും ബായ്.